പള്ളിക്കകത്ത് വിശ്വാസികൾ തമ്മിലടിച്ചു. സ്വാഭാവികമായി പ്രശ്നം ക്രമസമാധാന പ്രശ്നമാണ്. പോലീസ് അതിനകത്ത് കയറി അടിച്ചു. ഇപ്പോൾ പോലീസിനെതിരെ നടപടിയെടുക്കണം. ഷൂസ് ഇട്ട് പള്ളിക്കകത്ത് കയറിയത് വലിയ കുഴപ്പമാണ്. ശരിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം. എത്ര മണിക്ക് അടി തുടങ്ങും എന്ന് പറഞ്ഞാൽ പോലീസ് വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയായി ഉളുവൊക്കെ എടുത്ത് വടിയൊക്കെ കഴുകി പരിശുദ്ധമാക്കപ്പെട്ട നിലയിൽ ആദരവാക്കപ്പെട്ട നിലയിൽ അവരവിടെ ഇരിക്കാം. അപ്പം നിങ്ങൾ വിളിക്കണം, ഞങ്ങൾ അടി തുടങ്ങി പകുതിയായി, എളുപ്പം വരാൻ പറയണം. അപ്പോൾ അവരെല്ലാവരും അകത്തേക്ക് വന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളെ മുസാഫാത്ത് ചെയ്യും, കെട്ടിപ്പിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് ആശംസിക്കും. നാണമില്ലല്ലോ വിശ്വാസികളെ, പള്ളി കമ്മിറ്റിക്കാരെ അങ്ങനെ പറയാൻ? ഈ പോയത് നബിദിനത്തിൻ്റെയും പ്രവാചകൻ്റെ ജന്മദിനമെന്ന പേരിൽ ആഘോഷങ്ങളും ആചരണങ്ങളും ഒക്കെ നടത്തി ആവേശപൂർവ്വം നിൽക്കുകയാണ്. ആ നിൽക്കുന്ന വേളയിൽ ലോകത്തിന് മുന്നിൽ ഈ പ്രവാചകൻ്റെ ഉത്തമ സമുദായത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റിയ സംഗതിയല്ലേ നിങ്ങളെല്ലാവരും ചെയ്തത്? യഥാർത്ഥത്തിൽ പോലീസ് അതിനകത്ത് കയറാൻ സാഹചര്യം ഉണ്ടാക്കിയതിന് ഈ അടി നടത്തിയവരെ എല്ലാവരെയും കൂടി എവിടെങ്കിലും പൊതുമൈതാനത്ത് കൊണ്ടുവന്ന് ചാട്ടവാറ് കൊണ്ട് അടിക്കണം. തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് അധികാരം വിട്ടൊഴിയാൻ താല്പര്യമേ ഇല്ല. ഒരുമാതിരി അട്ട കടിച്ചിരിക്കുന്നത് പോലെ നല്ല സുഖകരമായി പരിപാലനവുമായി അങ്ങനെ അങ്ങ് പോകും. മറ്റു കുറേ പേർക്ക് ഇതിനകത്ത് ഏതെങ്കിലും മാർഗത്തിൽ കയറിയേ പറ്റൂ. അത് അടിച്ചാലും ഇടിച്ചാലും കൊന്നാലും വെട്ടിയാലും ഒന്നും പ്രശ്നമല്ല. ഓരോ പള്ളി പണിയാൻ നാട്ടുകാരെ കയ്യിൽ നിന്നൊക്കെ കാശ് സമാഹരിച്ചത് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും കൊള്ളാവുന്ന ഒരാളിനെ പോയി കണ്ട് കാളിയാക്കും. ഇവിടെ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കാളി അത്ര മൈലൊന്നുമില്ല. അവിടെ പിന്നെ കാളിയാക്കും. എന്നിട്ടോ എല്ലാവരും കൂടി അധികാരത്തിന് കിടന്ന് തമ്മിലടിച്ച് അടിയും വഴക്കും ഉണ്ടാവുമ്പോൾ അതിനകത്ത് വെച്ച് അങ്ങ് മരണപ്പെട്ടാൽ അപ്പോൾ എന്താവും? അടിയുണ്ടായി, പോലീസിനെ വിളിച്ചിരുന്നു, എന്നിട്ട് പോലീസ് വന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പള്ളിയുടെ സ്ഥലത്ത് മിമ്പറും നിസ്കരിക്കുന്ന സ്ഥലവും ഒന്നുമല്ലാതെ അതിൻ്റെ പരിസരത്ത് തന്നെ ഖബർസ്ഥാൻ കാണും. രാവിലെയും വൈകിട്ടും പള്ളിയിൽ വരുന്നവരത് കണ്ടുകൊണ്ടാണ് വരുന്നതും പോകുന്നതും. ഷാപ്പിൽ പോകുന്നവനോ കള്ളു കുടിക്കാൻ പോകുന്നവനോ അത് കാണുന്നില്ല. മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചതിൻ്റെ കാര്യം പല ഉസ്താദന്മാരും പ്രസംഗത്തിൽ പറയുന്നത് എല്ലാവർക്കും ഗുണപാഠമാകാനാണ്. ദേ കണ്ടില്ലേ, ഒരുത്തൻ ദാ കിടക്കുന്നു. അതുപോലെ കിടക്കുന്ന സ്ഥലമാണ് ഖബർസ്ഥാൻ. അത് കാണുന്നവരാണ് 5 നേരം പള്ളിയിൽ വരുന്നവർ. അത് പരിപാലിക്കുന്നവരാണ് ഈ ജമാഅത്ത് പരിപാലന കമ്മിറ്റി. എന്നിട്ടും എവൻ്റെ ഒന്നും ഉള്ളിൽ ഒരല്പം പോലും ഈ മരണത്തെക്കുറിച്ചോ ഖബറിനെക്കുറിച്ചോ ദീനിനെക്കുറിച്ചോ അള്ളാഹുവിനെക്കുറിച്ചോ റസൂലിനെക്കുറിച്ചോ ഒരല്പം ചിന്തയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പള്ളി പരിപാലന സമിതിയുടെ ചുമതലക്കാർ എന്ന നിലയിൽ നടന്ന് തോന്നിയാസം പറയുക, അടിയുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, വായിൽ വരുന്നത് എന്തും പറയുക, ഇങ്ങനെ ആരെങ്കിലും നടക്കുമോ? എന്നിട്ടാണ് പറയുന്നത് പോലീസ് അതിനകത്ത് കയറിയപ്പം ഒളു ഉണ്ടായിരുന്നോ? ഇല്ലടാ മക്കളെ, അവർ ഒളു എടുത്തുകൊണ്ട് വന്ന് വാതിലിലെത്തിയപ്പം ഒളു താഴോട്ടങ്ങ് പോയി. എന്തോ ചെയ്യും? അടിച്ചങ്ങ് ചാകട്ടെന്ന് വെക്കണം എല്ലാവരും കൂടെ? നാണമില്ലാത്തത് കൊള്ളാം. പ്രവാചകൻ്റെ മാസമാണ്. വലിയ സങ്കടവും പ്രയാസവും ലോകത്തിൻ്റെ പ്രകാശവുമൊക്കെയായി വന്ന പ്രവാചകന് നല്ല മാതൃകയാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പറയുമല്ലോ, ചില കലാപരിപാടികൾക്ക് ചവിട്ട് നാടകം ഒക്കെ നടത്തുന്നത് പോലെ പള്ളിക്കകത്താണ് ഇവരുടെയൊക്കെ ചവിട്ട് നാടകം. കഷ്ടം. എന്നിട്ട് പോലീസിനെതിരെ നടപടിയെടുക്കണം പോലും. പോലീസ് ഷൂസ് ഇട്ടുകൊണ്ട് കയറി. അത് മുതലാക്കാൻ വേണ്ടി KT ജലീലിനെ പോലെയുള്ള മറ്റു കുറേ പേർ. എന്തൊരു വിഷമമായി പോയെന്നറിയാമോ? അടി നടന്നതിലല്ല വിഷമം, പോലീസ് ഷൂസ് ഇട്ടുകൊണ്ട് കയറിയതുകൊണ്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഷൂസ് കൊണ്ട് എല്ലാവരും കൂടി ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ ഭരിക്കുന്ന മറ്റ് ലീഗ് മന്ത്രിമാരെയും എല്ലാം ചവിട്ടിത്തേക്കണം. എന്നാലും തമ്മിലടിച്ചവന്മാർ വളരെ ഹലാലായ ഹൗഫുള്ള ഒന്നോടുകൂടിയുള്ള അടിയാണ്. അങ്ങനെ അടിക്കുന്നതിന് പള്ളിക്കകത്താവുമ്പോൾ 20 ഇരട്ടിയും 70 ഇരട്ടിയും കൂലി കിട്ടും.